വീടിന്റെ താക്കോൽ. നിങ്ങൾ ബേജാറുണ്ടാ, താക്കോൽ വരും. ഈ ചെക്കനെന്ത് പറ്റി? വെറുതെ തല്ലുകൊണ്ട് ചാവാനാണല്ലോ ഇവന്റെ വരവ്. ആമീന ഇവൻ ചായനാ വന്നത്. നീ ഒന്നും മുണ്ടാണ്ട് കുത്തിരിക്ക് വാസു. ഓൻ പാവാ. എന്നെ ഇരുത്താനല്ലേ മൊയ്തുക്ക? അത് നടക്കില്ല. എന്താടാ നോക്കി പേടിപ്പിക്കണേ? എന്ന് പറയടാ നിന്റെ മൂരുകൾ ഞമ്മൾ വന്നിട്ടുണ്ടെന്ന്. കുന്നത്തങ്ങാടിയിലുള്ളവർക്ക് മൂര് ഏത് ദിവസം വല്ലവനായിരിക്കും. ഈ ദുനിയാവിൽ അവനൊക്കെ വലിയ വമ്മമാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൊയ്തീനൊക്കെ മജീദൊക്കെ അവരുടെ പേര് കേട്ട മലപ്പുറം മഞ്ചേരിയും വിറയ്ക്കും. ചെന്ന് പറയടാ നിന്റെ മൂരിയോട് മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും മരണുണ്ടെന്ന്. അപ്പൊ ഇതാണ് കുന്നത്തങ്ങാടി. ഇത് നമ്മള് മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പേരിന്റെ അത്രയല്ലേ ഉള്ളൂ. അയ്യോ, ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് എന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീഷേ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്. ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ല. എവിടെയാ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുന്നതാ മജീദേ, നീ അത് പോയിട്ട് വേണം ആ പൊക്കിപ്പിടി. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര ജയിച്ചിലെ ഊർമി. അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയതാ. ഏതായാലും 4 പേര് കാണണം നല്ലല്ലേ? ശരിക്കല്ലേ? ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും. അത് ആർക്കും മനസ്സിലായില്ല. അടവുകൾ മാറിയുണ്ട്. ഞാൻ മലപ്പുറം കത്തിങ്ങോട്ട് ഇത് മജീദേ, മജീദേ ഒന്ന് ആഘോഷിക്കല്ലേ? മജീദേ നോക്കല്ലേ? ആ കണ്ടോളേ അസീഷ പിടിച്ചോ. എല്ലാത്തിനും തുറക്കും. 100 ഉറുപ്പിയാണ്. 100 ഉറുപ്പിയ. നമുക്ക് കായ് കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ. കുന്നത്തങ്ങാടിയാ. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. കുന്നത്തങ്ങാടിക്കാരോട് ഫ്രീ ആയിട്ട് 10 പൈസ കൊടുക്കണം. എല്ലാം കൊടുക്ക്. ആരും പോയിരിക്കില്ല. കൊണ്ടുപോ. കേട്ടോളേ, ഇന്ന് മുതൽ കുന്നത്തങ്ങാടിയിൽ നമ്മുടെ രാജ്യമാണ്. ഇനി എല്ലാവരും കൂടെ കഴിഞ്ഞിട്ട് വരി. അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണാൻ ഞങ്ങൾക്ക്. മഞ്ചേരി മജീദിന്റെ ഓല് പറഞ്ഞുണ്ട്. മജീദേ കുടിയും ഇവൻ ശരിക്കും മൂടി വന്നാണ് കേട്ടോ. ഒരാള് ചെറുതാണെങ്കിലും ഉള്ളിൽ കോളുണ്ടാവും. ഇങ്ങനെ വീഴ്ത്തിയ ഇങ്ങക്ക് തന്നെ എന്റെ നാണക്കേട്. ഇവിടെ തലയുയർത്തി നടക്കാൻ കഴിയൂല. ഞാൻ പിന്നിലുണ്ട്, നീ ധൈര്യമായിട്ട് നിന്നോ. നമ്മുടെ വേഷം കണ്ടിട്ട് ഓന് കുലുക്കൊന്നുമില്ലല്ലോ. ഓൻ ശരിക്ക് കളരി പിടിച്ചവനായിരിക്കും. നീ ഉറുമി പിടിച്ചിരിക്കുന്നേ കണ്ടാത്തന്നോ മനസ്സിലാക്കുന്ന എനക്കൊന്നും അറിയില്ലാന്ന്. ഓന്റെ ഉറുമി കണ്ട
അതൊന്ന് വീശിയാ മതി, 10-25 പേരെങ്കിലും മയ്യത്താവും. ഇപ്പൊ മുണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. പഠിച്ചോ, നിങ്ങിപ്പോ എന്താ ചെയ്യാ? ഇക്കുളത്തിൽ മടങ്ങാനൊക്കെ പറ്റുമോ? ഹൈഡ്രോസെ പറയണത് കേക്ക്, വെറുതെ പോലീസും കൂട്ടും ആക്കണ്ട. അല്ല ഗുരുക്കന്മാരെ, നിങ്ങൾ അഭ്യാസികളാ, മുറ അറിയുന്നവരാ. അപ്പോ നിങ്ങൾക്കാണ് ക്ഷമ വേണ്ടിയത്. ആ, ഇങ്ങക്ക് വിവരമുള്ളതുകൊണ്ട് അങ്ങനെ തോന്നി. പക്ഷെ ഈ മൂരിക്കാനറിയോ? ചീത്താടാ മൂരി. അനക്കറിയോ നമ്മൾ ആരാന്ന്? എടാ, മലപ്പുറം പോയി എനിക്ക് കേട്ടിട്ടുണ്ടോ? മഞ്ചേരി മജീദിനെ നമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. കള്ള സുബറോളെ, നിങ്ങൾക്ക് ഹൈദ്രോസിനെ അറിയില്ല. ഒന്ന് പിടിച്ച് മാറ്റി മാഷേ. ഒന്ന് പോരാ കള്ളച്ചക്കൻ. കുറെ നേരം തുടങ്ങിയിട്ട് കോഴിക്കോട് വീരാങ്കൂട്ടിനെ ഈ കേട്ടിട്ടുണ്ടോ? പറയണ പങ്കുഞ്ഞാശാനെ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ കുത്തി മത്സ്യമാണ് ഈ മൊയ്തീൻ. ചേട്ടാ, ഇന്റെ ഈ മലപ്പുറം കത്തി എന്തിനാണെന്നറിയോ? അന്റെ കത്തിന്റെ അരി അടക്ക ചെണ്ടാനുള്ളതല്ല. നീ കണ്ടിട്ടുണ്ടോ ഉറുമി? വൈദേ കാണിച്ചോടാ. ശരി, സകല ഗുരുശേഖന്മാരെ ആദ്യം അഖിലാണ്ട കണക്ക് കുതിച്ചു മാറി ഇതൊരാഴ്ച നിദ്രക്കടകൻ, ഉറങ്ങുന്ന പ്രതിയോഗി, സുഷുപ്തി, ഉറക്കം, ആഞ്ഞൊന്ന് കുത്തി ആ തടുത്ത് വിരിഞ്ഞു മാറി പെട്ടെന്ന് തടുത്ത് എഴുത്ത് വീണ്ടും ഒക്കെ ഇങ്ങനെ കുട്ടിക്കരണം പറഞ്ഞൊന്ന് ഹൈദ്രോസിനെ പേടിപ്പിക്കണ്ട. നായിന്റെ മോനെ, ഈ ചിരിക്കണ്ട. എന്റെ മോളെന്താ ദുനാവിന് വേണ്ട സുന്ദരിയാ? പോക്ക് കത്തോടുക്കുന്നതിനൊക്കെ ഇരിക്കുമല്ലോ. എന്നാ കൊന്നാനി, ഇവനാണ് എന്റെ മോളെ കെട്ടാൻ പോണേ. നിങ്ങളെല്ലാം നോക്കുന്ന രസിക്കുക, ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റാതോ? ഇങ്ങനെ മറുനോട്ടിൽ വെച്ച് തല്ലി ഭരിച്ച ആർക്കാ ചെയ്തം? നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളില്ലേ? ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ. പ്ലീസ്, പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാരും ഒന്ന് പോവിൻ. എല്ലാവരും പോകാനല്ലോ നിങ്ങൾ ഐദ്രോസ്കാരം കൊണ്ട് പോകും. വീട്ടിൽ കൊണ്ട് നിങ്ങളാണ് നല്ല മനുഷ്യൻ. പൂരം കാണാൻ വന്നിരുന്നു രാത്രി. ഹൈദ്രോസ് പോ. ലോനപ്പ് മാഷ പറയണേ, ഹൈദ്രോസ് പോ. പക്ഷേ അയാൾ പോയിട്ട് 1 മണിക്കൂറായല്ല. നീ പോടാ സെക്കൻഡ്. തലയിരിക്കുമ്പോ വാലാടണ്ട. കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പം മാഷ്. നീ എന്നടാ മാഷായത്? നീ ചിലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും LP ആയാലും മാഷ് മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ട പോരെ. നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ. നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാം മാഷേ. പറഞ്ഞു കൊടുക്കണേ. കേട്ടെഴുത്താണ് കേട്ടേ. മാഷോട് സംസാരിക്കുന്നത് എന്നെ വേണം പറയാൻ. സ്കൂളിലോ എനിക്ക് സ്വര്യം തരുന്നില്ല, റോട്ടിൽ വന്ന് അവിടെ തരില്ല സ്വര്യം. രാത്രി ആയില്ലടാ, നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക പോളോർന്നു. എന്റെ റബ്ബേ, ഒരു കുപ്പായം തുന്നാൻ കൊടുത്തിട്ട് ഇമാതിരി കച്ചറയാവുന്ന ആരെങ്കിലും വിചാരിച്ചോ? അന്റെ മാപ്പിള എന്റെ പരിപ്പൊന്നും ഓരെടുത്ത് പോയില്ല. പുലിക്കുട്ടിയോടെ 2 എണ്ണം. എന്റെ ആമനോ ഒയ്യൊന്ന് കണ്ടതാ. അന്റെ പേരാവും പീഡയ്ക്കിട്ടേക്കണത്. എന്റെ പഠിച്ചോനെ പറഞ്ഞപ്പോ വിശ്വാസായില്ല. പക്ഷേങ്കില് ഇന്നലെ അങ്ങാടിയിൽ വെച്ചുണ്ടായത് കേട്ടപ്പോ എന്റെ പാത്തുട്ടിയെ വിശ്വാസം വന്നു. ഓന്റെ കൂടെയല്ലേ ആ മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ളവരാ. പിന്നല്ലേ ഈ പാത്തുട്ടെ, അരി ഉണ്ടെങ്കിൽ ഒരു ഇടങ്ങായി അരി ഉണ്ട് എടുത്ത ഞമ്മള് റേഷൻ മേടിച്ചിട്ട് തരാം. ആ ഈ എന്തിനാ പേടിക്കണ്? സന്തോഷിക്കല്ലേ വേണ്ടിയത്? എന്നോട് ഇഷ്ടമുള്ളോണ്ടല്ലേ. ആ ചെക്കന് ഇന്ന് വെച്ച ജീവന.
വാടാ. 1 2 3 4 എഴുന്നേക്ക് പറയാ. സംഗതി മനസ്സിലായി, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. 3 4 5 6 നമ്മുടെ മാനം കളയരുത്. ഞാൻ സക്രാത്തിന്റെ ഹാലിലാണ്. കുറച്ച് വെള്ളം കൊണ്ടാ. വെള്ളം കൊണ്ടുവരാം. 4 5 6 7 7 8 എനിക്ക് തലകറങ്ങണോ? 8 7 അള്ളാഹു ഒരു അരദസന 5 ദിവസം. ദാടാ. പിടി പിടി. 1 2 3 4 7 8 ഈ കിനാബ് വല്ലതും കണ്ടോ? പിന്നെ എന്താ ഈ പണിച്ചുത്തിരുന്നത്? നിങ്ങളെന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട്. ഓനെവിടെ അസീസ്? ഇനി ഇവിടെ മറ്റേ വന്ന ആ ശൈത്താൻ ആര്? മൂരി. അല്ല, എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടി എനിക്കുമില്ല. ഇവനോട് പോയി ചെക്കൻ അസീസ്. അസീസേ, അസീസേ. അല്ല, ഈ എന്താ ഉറങ്ങിയില്ലേ? അനക്കെന്താ പറ്റിയേ? ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. നിങ്ങൾ ഒരു പക്ഷെ ഹൈദ്രോസായിട്ട് മുട്ടും. ഹൈദ്രോസ് നിങ്ങളെ കുത്തി വളർത്തിയൊന്നും വരും. യാതൊരു സംശയമില്ല. എന്നാലും ഓൾ എന്റെ കൂടെ വരുമോ? ധൈര്യമായിട്ട് തട്ടിക്കൊണ്ടുപോവാ. അടവൊന്ന് മാറ്റണമെന്ന് മാത്രം. അതിനേതടവ്? അങ്ങനെ ഒരു അടവുണ്ട്. അതെന്നെ ഞാൻ പഠിപ്പിച്ചില്ല. മുണ്ടാണ്ട് അവിടെ ഇരുന്നോ. ഓൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയാ? അതൊക്കെ ഈ എന്നെ ചോദിച്ചോളണം. അല്ലാതെ നമ്മളെ മലപ്പുറം കത്തിക്ക് ഉറുമിക്കൊന്നും അതിന് കഴിയൂല. അപ്പോ വീട്ടിൽ ചെന്നാ? അത് നമ്മളേറ്റ്. അന്റെ ഒരു രോമത്തിന് കേട് പറ്റാതെ നമ്മൾ നോക്കിക്കോളാം. മാണെങ്കിൽ ഒരു ധൈര്യത്തിന് മജീദ് വരും. നിങ്ങൾ പോയാ മതി. ഇമ്മാതിരി ചീപ്പ് ഇടപാടിനൊക്കെ ഞാൻ പോണോ മജീദ്? ഞാൻ പോയി നോക്കാം. ആവശ്യമുണ്ടോ എങ്ങനെ വിളിക്കാം. മനസ്സിലൊരു തോന്നൽ ആവിനൊക്കെ എന്നോട് ഇഷ്ടമുണ്ടാവും. നമ്മൾ എഴുതാൻ പഠിച്ചത് മാഷക്ക് എന്നെ വിശ്വാസം പറഞ്ഞില്ല. ദാ നമ്മൾ ഉമ്മാന്റെ പേര് എഴുതട്ടെ. ആ ഇതപ്പ എന്റെ പേര്. നീ പോയി ആരും ബന്ധു നോക്ക്. അനക്കെന്താ വേണ്ടത്? അനക്ക് വേറെ പണിയില്ലേ? ഒരു പ്രാവശ്യം ചാവാതെ രക്ഷപ്പെട്ടത് അന്റെ വാപ്പയുടെ ഉമ്മയുടെ ഭാഗ്യം. ഞമ്മക്ക് നാണത്തിനുണ്ടാക്കാനല്ലേ ഈ ആ പോർട്ട് തൂക്കിയിരിക്കണത്. ഈ വിചാരിക്കാൻ പറഞ്ഞ് നടക്കാൻ പോണില്ല. ഉമ്മ എന്നെ തെറ്റിദ്ധരിക്കുക. ഒന്നും പറയണ്ട, ഇവിടെ നിക്കണ്ട. ഒയ്ക്കോ, മൂപ്പര് വന്നാ വക്കാനാവൂ. ആ പിന്നെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ഇവിടെ തുണിയൊന്നുമില്ല തുന്നാൻ. ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാ അത് ചെയ്തിരിക്കും. ഈ ചെമിക്ക് ഏറിയ ഒരാഴ്ച. അത് കഴിഞ്ഞാലോ? അത് അന്നേരം ആലോചിക്കാം. ആ അസീസെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് എവിടുന്ന് വാങ്ങി? ഹോട്ടലിൽ നിന്നാ. ഈ ഇങ്ങനെ ബുദ്ധിമുട്ടണ ദിവസം ഓരോ കോയിനെ വാങ്ങി തന്നാ പോരെ നമുക്ക്? ശരി, അത് പറയാൻ വിട്ടുപോയി. ഇവ നല്ല അസലായിട്ട് വെക്കും. നമ്മള് മഞ്ചേരി മദീനകത്തുള്ള മെയിൻ കുക്കറല്ലേ ഇനോ? അത് വെറും സൈഡ് ബിസിനസ്. മെയിൻ ഈ കളയും കുസ്തി ഉറപ്പിക്കലായിരുന്നു. ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല, അസീസ് കേൾക്കണം. മഞ്ചേരിയിൽ പണ്ടൊരു കുടിയഴിപ്പിക്കലിന് പോയിന് ഞാൻ. അന്ന് എനിക്ക് സ്ഥിരമായിട്ട് സ്പെഷ്യൽ ഭക്ഷണം ഈ മദീന ഹോട്ടലിനാണ്. നല്ല അസല് ഭക്ഷണം. ഞാനിവനെ പൊന്തിച്ചു വരല്ലോ. നല്ല അസല് കുക്കറാ. അതാണ് ഞാൻ ഇവനെങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടിറക്കണേ. ആ നന്ദി ഇവനുണ്ട് കേട്ടോ. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്
ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അത് ശരിയില്ല, ചുപ്പിങ്ങെടുത്തുന്ന ലോഹ്യമൊക്കെ ലോഹ്യം. മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. ഞാനെന്താ മലപ്പുറം ജില്ലയിൽ വലിയ കെട്ടുകഥ ഉണ്ടാക്കുന്ന ആളാ? എനിക്കതാ പണി. പിന്നെ ഞാൻ കുക്കാണെന്ന് ഓനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തമ്മിൽ ചെളിവാരി അറിയരുത്. എടപ്പാൾ ഒരു തമ്പുരാട്ടിയുടെ ദേഹത്തെ ജിന്നാണെന്നും പറഞ്ഞ് നിങ്ങളൊരു കള്ള മന്ത്രവാദിയായിട്ട് പോയിട്ട് നാട്ടുകാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാനിവിടെ വിളിച്ചു പോയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ എന്താ അല്ല, ഈ എടപ്പാട് ഭാഗത്ത് എനിക്ക് പോലീസിൽ വലിയ ഹാൻഡാ. അതിപ്പോ ഇവിടെ വിളിച്ചു വല്ല കാര്യമായിട്ടുണ്ടോ? അസീസേ, പിന്നെ നല്ല ചെറുതാരം കിട്ടുമല്ലോ ഇവിടെ, ഒന്ന് തീർത്താനി. എടാ പന്നി, കുറിക്കമ്പനി നടത്തി പാവപ്പെട്ട ആളുകളെ പൈസ പറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനം അവരെ പിടിയിലായി അടിയും കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ. എത്ര കിടന്ന് 6 മാസം, ഒരു കൊല്ലോ. കാര്യം എന്തായാലും ഞാൻ ജയിലിൽ പോയിട്ടില്ല. മൊയ്തീനെ, നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കാൻ വന്നതല്ല. അല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് പോണത് വരെ നല്ല മട്ടത്തിൽ ഇവരെ കയ്യാന്ന്. ഏതോ മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ പാവ അസീസ് ഇരിക്കുന്നു കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഓരോ കുതിർത്താണ്. വെറുതെ ഉടക്കിയാല് വെറുതെ ഉടക്കാ ഞാൻ ആ മൂരി ഇബ്രാഹിമിനെ കുത്തി മലർത്തും. ഇബ്രാഹിം അല്ല, ഹൈദ്രോസ്. ഇവൻ ചൂടായാലും ഇങ്ങനെ ആളെ പേരും തെറ്റും കുത്തി മലത്തും ചെയ്യും. നോക്കട്ടെ. നിങ്ങൾ കുറച്ചുകൂടെ ക്ഷമിക്കി. ഓൻ നിങ്ങളോട് മുട്ടാൻ ധൈര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും ദിവസം മുണ്ടാണ്ടിരിക്കും. ഓന് നഷ്ടമൊന്നുമില്ല. എതിർക്ക അങ്ങാടി കൂടെ തലയുയർത്തി നടക്കാൻ കഴിയണ്ടേ? മലപ്പുറം മൊയ്തീന്റെ ബീര്യം കിട്ടും മതിയായി. ആരാ എന്നോട് പറഞ്ഞത്? ഈ ആ നായരുടെ ചായപ്പീടി കയറി നോക്ക്. ഓരോരുത്തരുടെ ഭർത്താവിനെ കേൾക്കുമ്പോ അറിയാം. ഹൈദ്രോസ് ഖാന്റെ പേര് കേൾക്കുമ്പോ ബെരക്കണവർ ഇപ്പോ ആ ബോർഡാണ് നമുക്ക് നടക്കണം. ബോർഡല്ല, ഓന്റെ പീടിയെ നമ്മൾ തകർക്കും. ഓൻ കുന്നത്തങ്ങാടിയും ജീവനോടെ പോവില്ല. ഹൈദ്രോസേ, ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. ആ അസീസ് നിങ്ങളുടെ കുടിയിൽ നിന്ന് ഇറങ്ങിപ്പോ ഞാൻ കണ്ടു. പറഞ്ഞില്ലെന്ന് വേണ്ട, നമ്മളൊക്കെ നാട്ടുകാരാ. അങ്ങാടിയിൽ നിന്ന് അവൻ ഇപ്പോഴും വീമ്പിളക്കുന്നുണ്ട് നിങ്ങളുടെ മോളെ കെട്ടുവെന്ന്. പണ്ടാരടങ്ങുന്ന ആരാണ് ഈ നേരത്തെ? എന്താണ്ടി രണ്ടിനും കൂടി കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിക്കണ്? ബാപ്പാ, നിങ്ങൾക്ക് തീരെ സുഖമില്ല. അന്റെ ഉമ്മക്ക് എന്നാണ്ടി സുഖമായിട്ടുള്ളത്? അന്നെ പെട്ടെന്ന് തുടങ്ങിയല്ലേ പണ്ടാരടക്കണെങ്കിൽ ബലിക്കല്? ആസ്മ അധികം അയക്കണ്. ഉമ്മ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടാ, ഒരു 100 റുപ്യ തരാന്. നാട്ടില് പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാ. എന്റെ ഉമ്മാക്ക് സ്പെഷ്യലായിട്ടൊന്നുമല്ല. പോയി ചത്തുവിട്ടിട്ട് എന്നാ എല്ലാരും ബുദ്ധിമുട്ടും തീരും. ബാപ്പാ, അവിടെ നിർത്തി ഞമ്മക്ക് ഇനി ആപിടിയാക്കണ്ട. രണ്ടിറങ്ങി ഇനി പോടി അവിടുന്ന്. എന്താ നോക്കണ്? ഇനി ബാപ്പാന്ന് വിളിച്ചിട്ട് ഉമ്മാന്റെ കാര്യം പറയും. ഈ പണി ഇങ്ങോട്ട് കയറിപ്പോയത് എന്തായാലും നോക്കിയിട്ട് പോടി. പറഞ്ഞു അബേരി ശരി ശരി. നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്നതാ. എന്തേ, പൈസ വല്ലതും വേണോ? മടിക്കണ്ട, പറഞ്ഞോളി. അങ്ങാടി നടന്ന കച്ചടയൊക്കെ നിങ്ങളും കണ്ടതല്ലേ. ഇപ്പൊ ഞമ്മക്കും ബാസിയാ. പണ്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞില്ലേ, അന്ന് ഞമ്മളൊന്നും പൊട്ടിയില്ല. ആ ഒക്കെ ഓളുടെ നസീബായിരിക്കും. ആമിനാനെ ഇങ്ങക്ക് നിക്കാതെ കഴിച്ചു എന്ന എന്താണെന്ന് ഞമ്മക്കൊരു തോന്നല്. വെറുതെ നേരം വൈകിക്കണ്ട. ഇനി ഇങ്ങക്ക് ഞമ്മക്കതിന് സന്തോഷമേ ഉള്ളൂ. എന്നാ ഞമ്മളതങ്ങ് ഉറപ്പിക്കുക. നിക്കാൻ കഴിഞ്ഞാലെങ്കിലും പോക്ക് നല്ല കാലം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ച്. എന്റെ തങ്കക്കുടം പോലുള്ള കുട്ടിക്ക് ആ മുതുക്കനെ നിങ്ങൾ കണ്ടുള്ളൂ. എന്റെ തങ്കക്കുടം തിളങ്ങണമെങ്കിൽ ഓന്റെ കുടിയിലിരിക്കണം. ഓന്റെ അടുത്ത് അതിനുള്ള പണമുണ്ട്, പവറുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ ആനൊക്കെ ബബരം വേണ്ടേ? നമുക്ക് വേണ്ട ഓന്റെ കൈ. ഓളിവിടെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞോളൂ. ഞമ്മക്ക് വേണം. ഓനൊരു മോനുണ്ട്, ആമിനന്റെ അത്ര. അതിനെന്താ?
അതിനെന്താന്ന് ഓ ആണല്ലേ ഒന്നെ പിടിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും തല്ലിക്കൊന്നാലും നമ്മൾ സമ്മതിക്കൂല. അന്റെ സമ്മതം ചോദിച്ചായി ബിലീഷെ മുന്താണ്ടിരുന്നു വടക്കോയി കൂവണ്ട. മോളെ, എനിക്ക് നിക്കാഹ് വേണ്ടുമ്മ. നമ്മൾ നിക്കാഹ് കഴിക്കൂല. അനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട മോളെ. എന്തിരിട്ടേയി പറഞ്ഞ് ഒന്നുകൂടെ പറയ്. അനക്ക് നിക്കാഹ് വേണ്ടാന്ന. വേണ്ട പാപ്പ. മോള് കുട്ടിയല്ലേ, വല്ലോ പറഞ്ഞെന്ന് വെച്ച്. നീ കെട്ടാൻ പോണത് കുഞ്ഞാല മീനയാ. എന്റെ അനക്ക് പിടിച്ചില്ലേ? അനക്ക് പിടിച്ചില്ലേ? മോള് കെട്ടിക്കോളും. നിങ്ങളൊന്ന് വിടുന്നു. ഇവിടെ എന്തെങ്കിലും ഇറങ്ങാറുണ്ടാക്കിയ നിന്റെ സ്വഭാവം എനക്കറിയാല്ല. ആരില്ലാത്തവർക്ക് പഠിക്കാനുണ്ട് മോളെ. മോള് കളയല്ലേ.